സംഖ്യാപുസ്തകം അധ്യായം 14. അപ്പോൾ സഭയാകെ ഉച്ചത്തിൽ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹ്റോനും വിരോധമായി പിറുപിറുത്തു. സഭയെല്ലാം അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ദൈവത്തിൻ്റെ കയ്യാൽ ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിലും കൊള്ളാമായിരുന്നു. വാളാൽ വീഴേണ്ടതിനായി ദൈവം ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാം എന്നും അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹ്റോനും ഇസ്രായേൽ സഭയുടെ സർവസംഘത്തിൻ്റെയും മുമ്പാകെ കവിണ്ണു വീണു. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫൂന്നയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത്, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ശേഷം എത്രയും നല്ല ദേശമാകുന്നു. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെപ്പോലും പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ദൈവത്തോട് നിങ്ങൾ മത്സരിക്കുക മാത്രം അരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ധൈര്യം പോയിരിക്കുന്നു. നമ്മോടുകൂടെ ദൈവമുള്ളത് കൊണ്ട് അവരെ ഭയപ്പെടരുത്. അപ്പോൾ അവരെ കല്ലെറിയണം എന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേലിലും കാണുകെ പ്രത്യക്ഷമായി. ദൈവം മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളെല്ലാം കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ സംക്രമിക രോഗത്താൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. മോശ ദൈവത്തോട് പറഞ്ഞു, എന്നാൽ മിസ്രയീമ്യർ അത് കേൾക്കും. അങ്ങ് ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ ശക്തിയാൽ കൊണ്ടുപോകുന്നുവല്ലോ. അവർ അത് ഈ ദേശനിവാസികളോടും പറയും. ദൈവമായ അവിടുന്ന് ഈ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. ദൈവമായ അങ്ങയെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം അവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെയെല്ലാം ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ അങ്ങേ പ്രസിദ്ധി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയാത്തത് കൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയുമല്ലോ. ദൈവം ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ അവിടുന്ന് അരുളി ചെയ്തതുപോലെ കർത്താവേ, അങ്ങേ ശക്തി വലിമപ്പെടുത്തണമേ.
അങ്ങേ മഹാദയയ്ക്ക് തക്കവണ്ണം എസ്രയേൽ മുതൽ ഇവിടം വരെ ഈ ജനത്തോട് ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് ദൈവം അരുളി ചെയ്തു, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം ദൈവ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും ഇസ്രായേലിലും മരുഭൂമിയിലും വച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. എൻ്റെ ദാസനായ കാലേബോ അവന് വേറൊരു സ്വഭാവം ഉള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതിയെ അത് കൈവശമാക്കും. എന്നാൽ അമാലേക്യരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിങ്കലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവിൻ. ദൈവം പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഈ ദുഷ്ടജനം എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കും. ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറയുവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു? ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫൂന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എനിക്കെതിരായി പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ നിവസിപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിക്കുകയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാൻ അതിൽ പ്രവേശിപ്പിക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ അവസാനിക്കും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവ്രത്യഭംഗ ശിക്ഷ വഹിക്കും. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിനൊരു സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ എനിക്ക് വിരോധമായി വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ അവസാനിക്കും. ഇവിടെ അവർ മരിക്കുമെന്ന് ദൈവമായ ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ചവരും മടങ്ങി വന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് എതിർവാർത്ത പറഞ്ഞവരുമായ പുരുഷന്മാർ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫൂന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടെല്ലാം പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. പിറ്റേ ദിവസം അവർ അതികാലത്ത് എഴുന്നേറ്റു. ഇതാ ദൈവം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു. ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. അപ്പോൾ മോശ
നിങ്ങൾ എന്തിന് ദൈവകൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകയില്ല. ശത്രുക്കളാൽ പരാജിതരാകാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. ദൈവം നിങ്ങളുടെ മധ്യേയില്ല. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ ദൈവത്തെ വിട്ടു പിന്തിരിഞ്ഞിരിക്കൊണ്ട് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. ദൈവത്തിൻ്റെ നിയമപെട്ടകവും മോശയുടെ പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ല. മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്നു അവരെ തോൽപ്പിച്ചു. ഹോർമ വരെ അവരെ ചിതറി ഓടിച്ചു കളഞ്ഞു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ.